ഇല്ല, എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കാം. വലിയ മോശം സിനിമയെന്ന് പറയാനില്ല, എങ്കിലും കൊള്ളാം, നന്നായിട്ടുണ്ട്. അത് ശരിക്കും ഒരു കോമഡി ഡ്രാമയാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ അത് അതിൻ്റെ വൃത്തിയോടുകൂടി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉറക്കമൊന്നും വരുന്നൊരു സാഹചര്യമൊന്നുമില്ല ഇതിനകത്ത്. ബ്യൂട്ടിഫുൾ ഫിലിം, സാമൂഹ്യ ഉദാഹരണം. അതാണ് ഒരു ഫിലിമിൻ്റെയും കലയുടെയും ഒരു പ്രചോദനം എന്ന് പറഞ്ഞാൽ നമ്മൾ സമൂഹത്തെ ഉദ്ധരിക്കണം. വെരി ബെസ്റ്റ് ഫിലിം. കാര്യം നമ്മൾ ഒരു കല ആധാരിക്കണം, സാമൂഹ്യ ഉദാഹരണം. അതിന് ശരിക്കും ബേസ് ചെയ്തുള്ളൊരു സിനിമ. ബ്യൂട്ടിഫുൾ ഫിലിം. കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കുക. കോമഡിയാണ്. കോമഡിയിലെ കുറച്ച് മുഖങ്ങളോട് പരിചിതമായ മുഖങ്ങളായാണ് കണ്ടുകൊണ്ടിരിക്കുക. രസമുണ്ടായിരുന്നു. കുഴപ്പമില്ല, കൊള്ളായിരുന്നു. ക്ലൈമാക്സ് കൊള്ളാം, നന്നായിട്ടുണ്ട്. മോശമല്ല, നല്ലൊരു കൺസെപ്റ്റാണ്. രണ്ട് തലമുറകൾ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അല്ലെങ്കിൽ സംസ്കാരത്തെയൊക്കെ എങ്ങനെ ഉൾക്കൊള്ളുന്നു, അല്ല അതിനെങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ ഉള്ളൊരു സാധനം ഒരുപക്ഷെ കേരളത്തിലും ഗൾഫിലുമായിട്ടുള്ള ഒരു ജീവിതത്തിലൂടെ പുറത്തു പറയുന്ന ഒരു സംഗതിയാണ്. അപ്പം മുകേഷിൻ്റെയും അതോടൊപ്പം തന്നെ ഉർവശിയുടെയും ഷൈൻ ടോം ചാക്കോയുടെയും ധ്യാൻ ശ്രീനിവാസിൻ്റെയൊക്കെ പെർഫോമൻസ് തീർച്ചയായിട്ടും ഏറ്റവും മികച്ചതാണ്. അതിനേക്കാളുപരി അലൻസിയാറിൻ്റെയൊക്കെ പെർഫോമൻസും അതുപോലെ തന്നെ മെച്ചപ്പെട്ട ഒരു രീതിയാണ്. അപ്പം രണ്ട് കാലങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് കാലഘട്ടത്തിലെ മനുഷ്യർ തമ്മിലുള്ള ബന്ധവും അതുപോലെ തന്നെ സൗഹൃദവും സ്നേഹവും അതിനേക്കാളുപരി കൾച്ചർ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നൊക്കെ ഉള്ള ഒരു ധാരണയൊക്കെ പറയുന്നൊരു സിനിമ എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ ചർച്ചയായേക്കാം എന്ന് തോന്നുന്നു. പടം കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ മോശമൊന്നും പറയാനില്ല. എങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു കോമഡി ഡ്രാമയാണ്. ചെറിയ ചെറിയ ഇമോഷണൽ സീൻസൊക്കെ ഉണ്ട്, എങ്കിൽ പോലും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും.